മേ ബി ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഓക്കെ, ചിലപ്പോൾ മറ്റൊരാളുടെ ആയിരിക്കാമല്ലോ. പ്രേമിക്കുന്നത് ഒരു ക്രിഞ്ചാണ്. പ്രണയം എന്ന് പറഞ്ഞൊരു പൈങ്കിളി പരിപാടിയാണ് എന്ന് പറഞ്ഞ് പ്രേമിക്കാതിരിക്കുന്നില്ലല്ലോ ബ്രോ. നട റോട്ടിൽ ഇറങ്ങി ചെന്ന് നിന്നുകൊണ്ട് മുണ്ട് പൊക്കി കാണിച്ചിട്ട് എനിക്ക് സമാനമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പ്രാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പരിപാടിയല്ല. ഞാൻ എന്തെങ്കിലും വൾഗറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സൊസൈറ്റിയിലേക്ക് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടാവും എന്ന് കരുതി അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. സത്യമുണ്ടോ എന്നുള്ളത് ശരിക്കും ഞാൻ ചെക്ക് ചെയ്യും. നമുക്ക് പലപ്പോഴും പല വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻസ് തന്നെ സ്വാഭാവികമാണ്. പക്ഷെ എനിക്കൊരു ലൈഫിലുണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവർ, രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്ന ആളുകൾ ഇവിടെ ഉള്ളതിന് അറിയാലോ. പല ഐഡിയോളജീസ് ആയിരിക്കും. ഞാനപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റിനെ ഞാൻ കാണാനിടയായി. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയി. എനിക്ക് സത്യം പറഞ്ഞ ആളെ മനസ്സിലായില്ല. കാരണം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് തന്നെ പറയാം. കാരണം എനിക്കങ്ങനെ പരിചയം, ഞാൻ അങ്ങനെ ഓവർ കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. മീൻസ് ആളൊരു പക്ക പഠിക്കുന്ന ഒരു പഠിപ്പ് മെൻറ്റാലിറ്റി ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ അതിന് കുറ്റമല്ല കേട്ടോ പറഞ്ഞത്. അങ്ങനത്തെ ഒരാളാണ്. പുള്ളിയുടെ ഫീൽഡ് വേറെ ഫീൽഡാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണാറുണ്ടെന്ന് പറഞ്ഞു. മീൻസ് ഫോളോ ചെയ്യാറില്ല. പക്ഷേ ഭയങ്കര ക്രിഞ്ചാട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പറഞ്ഞു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ എന്നുള്ള മീൻസ് തുടക്കം കാണുമ്പോൾ തന്നെ. അപ്പോൾ അതാണ് ഈ പ്രജൂഡിയസ് മൈൻഡുള്ള ആളുകളുടെ പ്രശ്നം. അതാണ് എനിക്കെല്ലാം അറിയാം എന്നുള്ള സാധനം ഉണ്ടല്ലോ ബ്രോ. ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ആളുകൾക്ക് അറിയാമെന്നും എനിക്കറിയാം. ഇത് ഞാനിതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കൊടുക്കുന്നതാണ്, റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവരും അത് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. ഇപ്പോൾ ചിലവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എനിക്കതിന് പേഴ്സണലി എനിക്ക് അവർ ആ വീഡിയോ വെച്ചിട്ട് എനിക്ക് പറയാറുണ്ട്, ബ്രോ എൻ്റെ എക്സാക്ട് സിറ്റുവേഷനാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ലതും പറഞ്ഞിട്ടുണ്ട് മോശവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കണ്ടിട്ട് പറയുവാണെങ്കിൽ ഞാനത് അംഗീകരിക്കുമായിരുന്നു. പക്ഷെ എനിക്കത് ആദ്യം തന്നെ കേട്ടപ്പോൾ എനിക്കങ്ങ് തിരിച്ച് വന്നു. ഞാൻ ഓപ്പൺലി ഞാൻ പറയുകയും ചെയ്തു പുള്ളിയുടെ അടുത്ത്. മീൻസ് എല്ലാം കേട്ടതിന് ശേഷം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ. ഞാൻ അപ്പോൾ തന്നെ ആളുടെ അടുത്ത് അതിന് ശേഷം ഞാൻ പറയുകയും ചെയ്തു, പ്രജൂഡിയസ് മൈൻഡായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് അല്ല ഞാൻ ചെയ്യുന്നത്. മേ ബി ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഓക്കെ, ചിലപ്പോൾ മറ്റൊരാളുടെ ആയിരിക്കാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ എന്താ പറയുക, ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ട് വരുമാനം കിട്ടി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ പറഞ്ഞ പോലെ നട റോട്ടിൽ ഇറങ്ങി ചെന്ന് നിന്നുകൊണ്ട് മുണ്ട് പൊക്കി കാണിച്ചിട്ട് എനിക്ക് സമാനമില്ല എന്ന് പറഞ്ഞിട്ട് അത് പ്രാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പരിപാടിയല്ല ഞാൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഗുണമുള്ള കാര്യമായിരിക്കാം. ഇപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന ടോപ്പിക്കിനെ എന്തും ആയിരിക്കാം. ഐഡിയോളജീസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. കോണ്ടന്റുകൾ ചെയ്യുമ്പോൾ ആരുവാണെങ്കിലും, ഏത് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും ബ്രോ. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തൊന്ന് വീഡിയോ മോശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മുടെ വീഡിയോ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ശരിക്കും ഞാൻ ചെക്ക് ചെയ്യും. അതല്ല ഐ എം ഓക്കെ ദാറ്റ്, അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വഴിയിലല്ലേ പോകുള്ളൂ. മനസ്സിലായോ? 100 പേർക്കും പറ്റിയ കണ്ടന്റ് അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്, അവർക്കത് കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് അതിനുള്ള റിപ്ലൈ, മറുപടികളും സന്തോഷമൊക്കെ ആയിട്ട് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവും ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ പക്ഷേ അത് ക്രിഞ്ചാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, പ്രേമിക്കുന്നത് ഒരു ക്രിഞ്ചാണ്. പ്രണയം എന്ന് പറഞ്ഞൊരു പൈങ്കിളി പരിപാടിയാണ് എന്ന് പറഞ്ഞ് പ്രേമിക്കാതിരിക്കുന്നില്ലല്ലോ ബ്രോ. എനിക്ക് റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് കരുതി എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളവരോട് ദേഷ്യമുണ്ടോ? ഇല്ല, അത് നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മളെന്താ പറയുക, അപ്പോൾ ഓരോരുത്തരുടെ ഓരോ പരിപാടികളാണ്. അപ്പോൾ നമ്മളത് മോശം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടാവും എന്ന് കരുതി അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. എന്ന് കരുതി നീ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. മനസ്സിലായത്? അപ്പോൾ ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എനിക്കതിപ്പോൾ ഇന്നവിടെ എനിക്ക് കണ്ടൻ്റായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ 100 പേരെയും അല്ലെങ്കിൽ ഇത്രയും പേരെ സോഷ്യൽ മീഡിയയിലുള്ള ഇത്രയും പേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഒരിക്കലും. ഇതൊരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ ടോണായിട്ട് തോന്നുകയും ചെയ്യരുത് ഒരിക്കലും. ഞാനത് എൻ്റെ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ റോ ആയിട്ട് പറയാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവും, ചില തപ്പിപ്പിഴകളൊക്കെ ഞാൻ അതിൽ കൊണ്ടുപോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞ പോലെ പ്യൂർ ഒരു അൺകട്ട് വേർഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ
ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പരിചയമുള്ള ആളുകളെക്കാളും കൂടുതൽ പരിചയമില്ലാത്തവരാണ് എനിക്ക് നല്ലത് പറയുന്നത്. പരിചയമുള്ളവരെപ്പോഴും നമ്മൾ പണ്ട് 15 കൊല്ലം 18 കൊല്ലം നമ്മൾ മറ്റേ മാങ്ങ അവന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായി? അവര് നമ്മൾ ആ ഒരു കണ്ണിൽ തന്നെ നമ്മൾ എന്നും കാണുള്ളൂ. അല്ലെങ്കിൽ അവനെന്ന് ഇപ്പം അവൻ എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല. അവർ 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരാളെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് പരിപാടി. അപ്പോൾ എനിക്കത് ഇന്നിവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ തന്നെ ഞാൻ ഇനി മുമ്പോട്ട് പോകും. ഞാനങ്ങനെ മറ്റൊരാൾ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. അതുപോലെ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നതെന്നുള്ള ധാരണയും എനിക്കുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഓഡിയൻസ്, ആ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊരു വൈഡ് റേഞ്ച് ഓഫ് ആളുകളെ, എനിക്ക് എല്ലാം ടൈപ്പ് ഓഫ് ആൾക്കാരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ കണ്ടന്റ് അല്ല ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള മറ്റുള്ളവർക്ക് അധികം ഉപദ്രവമില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ബ്രോ. അതുപോലെ തന്നെ ഈ കോണ്ടന്റ് ക്രിയേഷന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഒരിക്കലും ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക പേഴ്സണലായിട്ട് എടുക്കരുത് കേട്ടോ. അത് ഇതിൽ കേട്ടായില്ലേ വിടുക. കാരണം അതൊക്കെ പേഴ്സണലായിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. കാരണം അവരുടെ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ ബാക്കിയുള്ളവരുടെ. മനസ്സിലായില്ലേ? നമ്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. നമ്മളപ്പോൾ ആ നെഗറ്റീവിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യണ്ട. ഓക്കെ, അവർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. മീൻസ് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷനൊക്കെ തോന്നും ആദ്യം. പക്ഷെ അത് നമ്മൾ നോക്കുക, നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൾഗറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സൊസൈറ്റിയിലേക്ക് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അതില്ലെന്നുണ്ടെങ്കിൽ ക്രിഞ്ചായിക്കോട്ടെ, ക്രിഞ്ചൊന്നും ഒരു വിഷയമല്ല, പൂശിക്കോ. ഓക്കെ. പിന്നെ നെഗറ്റീവ്സ് പറയാനും വലിച്ചു താഴിടാനും 100,000 ആൾക്കാരുണ്ടാവും. നമ്മൾ ഹൈഡ്രജൻ ജംപ് ബലൂൺ പോലെ ആയിരിക്കണം. പിടിച്ച് താത്തിയാലും പൊങ്ങി പൊക്കോളൂ. ഏറി പോണ കാര്യമല്ല കേട്ടോ പറഞ്ഞു. അപ്പം ശരി, എന്താ ഓക്കെ. ഇനി ഞാനിതൊരു മെഗാ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്തായാലും കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ഗുണമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും നെഗറ്റീവ് കിട്ടും, അതുപോലെ പോസിറ്റീവ് കുറച്ചായിരിക്കും. പിന്നെ നമുക്ക് പരിചയമുള്ളവർ നമ്മളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കൽ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ആ കമൻറ്റ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ആ പ്രോഗ്രസ്, ആ ചെയ്യുന്ന പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അത് പ്രോഗ്രസ് ഉണ്ടായിക്കോളും. ഓക്കെ. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.